ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ക്യാമ്പിൽ വന്ന് കാണാൻ ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. ഇന്നലെ ഒരു സോറി പോലും പറയാൻ പറ്റിയില്ല. അയ്യോ, അതിന് മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ? വിമലയുടെ കുടുംബകാര്യങ്ങൾ ഇടപെട്ടതിന് ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രമിച്ചു നോക്കിയതാ. പക്ഷെ നിയന്ത്രണം വിട്ടുപോയി. വിമലയെ ആദ്യം കണ്ടപ്പോഴോ പിന്നീട് പരിചയപ്പെട്ടപ്പോഴോ ഒന്നും ഇങ്ങനെ ഒരു ദുരന്തം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണെന്ന് തോന്നിയതേ ഇല്ല. ഒരു വിധവയുടെ ദുഃഖം മുഖത്തണി നടന്നിട്ട് എന്തിനാ? എന്നെ സ്നേഹിക്കുന്നവരെ കൂടി സങ്കടപ്പെടുത്താനോ? അല്ലെങ്കിലും നന്ദു മരിച്ചെന്നറിഞ്ഞപ്പോ എനിക്ക് സങ്കടമാണോ തോന്നിയെന്നൊന്നും അറിയില്ല. ഒരുതരം മരവിപ്പായിരുന്നു. ഇഷ്ടപ്പെടാൻ മനസ്സൊരുങ്ങും മുമ്പേ നഷ്ടപ്പെട്ടില്ലേ? ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു ചെല്ലാനുള്ള അറിയിപ്പ് കിട്ടിയത് കല്യാണത്തലേന്നാ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതുകൊണ്ട് ചടങ്ങ് നടത്തിയെന്ന് മാത്രം. കല്യാണപ്പന്തലിൽ നിന്നാ നന്ദു ഇറങ്ങിപ്പോയത്. ശരിക്കൊന്ന് പരിചയപ്പെട്ടതുകൂടിയില്ല. സങ്കടമുണ്ട്. അത് പക്ഷേ വിധവയാകേണ്ടി വന്നോണ്ടൊന്നുമല്ല. നന്ദുവിന് സംഭവിച്ച ദുരന്തത്തിന് കാരണം എന്റെ നിർഭാഗ്യമാണല്ലോ എന്നോർത്തിട്ടാ. ഒരു ദുരന്തവും ജീവിതത്തിന്റെ അവസാനമാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും പിന്നെ ജീവിതമേ ഉണ്ടാകാൻ പാടില്ലല്ലോ. എല്ലാം അവസാനിച്ചൊന്ന് കരുതുന്നിടത്ത് വീണ്ടും പുതിയ പ്രതീക്ഷകളുണ്ടാവും. വരട്ടെ, ഒന്ന് രണ്ടിടത്തൂടി കളക്ഷന് പോകാനുള്ളതാ. ശരി.